BJP പറഞ്ഞത് നിങ്ങൾ ഹലാൽ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്തോ ചെയ്തോ, പക്ഷെ അത് ഹോട്ടലിൽ കൊണ്ടുവരരുത് അല്ലേ. അത് മുതലാളിത്തത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വാദമാണ്. മതം ഇതിലൊന്നും ഇടപെടരുത് എന്നത്. മതം വ്യക്തി ജീവിതത്തിൽ മാത്രമായിരിക്കണം. കമ്മ്യൂണിസ്റ്റുകൾ എന്താ പറഞ്ഞത്? ഇതിനെതിരായ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് DYFI പറഞ്ഞത് ഭക്ഷണത്തിൽ മതം കലർത്തരുത് അല്ലേ, ഭക്ഷണത്തിൽ മായം കലർത്തരുത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭക്ഷണത്തിൽ മതം കലർത്തരുത്. അത് മതത്തിൻ്റെ വിലക്കുകളില്ലാത്ത ഒരു ലോകം, അതൊരു മുതലാളിത്ത സ്വപ്നമാണ്. ആ മുതലാളിത്ത അജണ്ട സംഘപരിവാറിലൂടെയും കമ്മ്യൂണിസ്റ്റുകളിലൂടെയും എല്ലാം ഇവിടെ മൂലധന ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ സ്വാഭാവികമാണ്. കേന്ദ്രം ഭരിക്കുന്നത് ഒരു കൂട്ടരാണ്, കേരളം ഭരിക്കുന്നത് വേറൊരു മറ്റേ കൂട്ടരാണ്. രണ്ടു കൂട്ടരും നടത്തുന്നത്, ഏറ്റെടുത്ത് നടത്തുന്നത് കോർപ്പറേറ്റ് അജണ്ടകളാണ്. എന്താണ് ലിബറലിസം? ലിബറലിസം എന്ന വാക്ക് നമുക്ക് പ്രയേണ അപരിചിതമാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനമായ തത്വശാസ്ത്രം നമുക്ക് വളരെ പരിചിതമാണ്. മുതലാളിത്തത്തിൻ്റെ സാംസ്കാരിക രൂപത്തിനാണ് ലിബറലിസം എന്ന് പറയുക. അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥക്ക് പൊതുവെ മുതലാളിത്തം എന്നും പറയുന്നു. ഇതൊരു ആശയപരം മാത്രമായ വൈജ്ഞാനികമായ ഒരു വിഷയമല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ അതങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങളിൽ ഒക്കെ കടന്നു വരുന്ന ഒരു വിഷയമായി ലിബറലിസം മാറിക്കഴിഞ്ഞു. ഞാൻ വരുന്ന കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയതും അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ യൂണിഫോമിൻ്റെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ചതും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. എന്താ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ? ഇതൊരു ലിബറൽ ആശയമാണ്. ലിബറലിസം നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം നേടുന്നതിൻ്റെ, ലിബറലിസം നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുന്നതിൻ്റെ ഭാഗമായാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കടന്നു വരുന്നത്. ജെൻഡർ ന്യൂട്രൽ എന്ന് കേട്ടിട്ട് നമ്മളാകെ ആശങ്ക അല്ലെങ്കിൽ ബേജാറ് ആകേണ്ടതില്ല, അല്ലെങ്കിൽ ആകെ കൂടി ഒരു തിരിയായിക അനുഭവപ്പെടേണ്ടതില്ല. ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ലാതിരിക്കുക, അത് അക്കാര്യത്തിൽ ന്യൂട്രലായിരിക്കുക. ഒരു കാര്യം അതാണിനുള്ളതോ പെണ്ണിനുള്ളതോ അല്ല, കോമണാണ്. ആണിനുമാവാം പെണ്ണിനുമാവാം. ഇനി ആണും പെണ്ണുമല്ലാത്ത മറ്റേതെങ്കിലും ലിംഗവിഭാഗങ്ങളുണ്ടെങ്കിൽ അവർക്കുമാകാം. ഇതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സമത്വമുള്ള ആശയമാണ്. സ്ത്രീ പുരുഷ സമത്വം. ഇനി മറ്റേതെങ്കിലും ലിംഗവിഭാഗങ്ങളുണ്ടെങ്കിൽ അവരുടെയും സമത്വം. ഇതാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അടിസ്ഥാന ആശയം. ലോകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താണ്? അതിന് ലിബറലിസത്തിൻ്റെ ഉത്തരം സമത്വമാണ്. പ്രത്യേകിച്ച് ആണിനും പെണ്ണിനുമിടയിൽ, വ്യത്യസ്ത ലിംഗവിഭാഗങ്ങൾക്കിടയിൽ ഒക്കെ സമത്വമുണ്ടാക്കിയെടുക്കണം. അതിന് എന്ത് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചാലും അതാണ് ലോകത്ത് ഉണ്ടായിത്തീരേണ്ടത് എന്നതാണ് ലിബറലിസത്തിൻ്റെ കാഴ്ചപ്പാട്. ഇസ്ലാം അതിനോട് വളരെ കൃത്യതയിൽ വിയോജിക്കുന്നു.
ലോകത്ത് ഉണ്ടായിത്തീരേണ്ടത് സമത്വമല്ല, പ്രത്യേകിച്ച് ലോകത്തെ ഏത് കാര്യത്തിലും ഉണ്ടായിത്തീരേണ്ടത് നീതിയാണ്, ജസ്റ്റിസ്. ഖുർആന്റെ ഭാഷയിൽ അദിൽ, ഖിസ്തോ, ഇതാണ് ലോകത്തുണ്ടായിത്തീരേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന സത്യദീനിൻ്റെ സംസ്ഥാപനമെന്ന് പറഞ്ഞാൽ നീതി പുലരുന്ന ഒരു ലോകത്തെ കുറിച്ച കിനാവാണ്. ഇപ്പം നീതിയാണ് ഉണ്ടായിത്തീരേണ്ടത്. നീതി ഉണ്ടാകാൻ സമത്വമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അവിടെ സമത്വം ഉണ്ടാക്കണം. നീതിയുണ്ടാകാൻ അല്ലെങ്കിൽ സമത്വം ഉണ്ടാക്കിയാൽ നീതി ഉണ്ടാവുകയില്ല എങ്കിൽ അവിടെ സമത്വം ഉണ്ടാക്കരുത്. അൾട്ടിമേറ്റ് ഗോൾ, ആത്യന്തിക ലക്ഷ്യം സമത്വമല്ല, നീതിയാണ്. സമത്വം എപ്പോഴും നീതിയായിക്കൊള്ളണമെന്നില്ല. വളരെ പ്രായോഗികമായ ഉദാഹരണങ്ങളിലൂടെ നമുക്കത് മനസ്സിലാവും. ഇന്ത്യയിലോ ഭരണരംഗത്തും ഉദ്യോഗരംഗത്തും സംവരണമുണ്ട്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക സമൂഹങ്ങൾക്കുണ്ട്. ചില രംഗങ്ങളിൽ ഫിസിക്കലി ചലഞ്ചഡായ അല്ലെങ്കിൽ ഭിന്ന ശേഷിയുള്ള ആളുകൾക്കുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുണ്ട്. ഇങ്ങനെ പല രംഗത്തും സംവരണമുണ്ട്. സംവരണം സമത്വമാണോ? സമത്വമല്ല. സംവരണം സമത്വത്തിനെതിരാണ്. റിസർവേഷൻ സീറ്റുകളിൽ എല്ലാവർക്കും മത്സരിക്കാൻ പറ്റില്ല. അത് ആർക്ക് വേണ്ടി റിസർവ്ഡ് ആണോ അവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. അതിലെന്ത് സമത്വമുള്ളത്? സമത്വമാണെങ്കിൽ എന്താ വേണ്ടത്? എല്ലാവർക്കും മത്സരിക്കാൻ പറ്റണം. അതാണ് ഈക്വാലിറ്റി. പക്ഷെ അപ്പോൾ ജസ്റ്റിസ് ഉണ്ടാവില്ല. കാരണം ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കമായി തീർന്ന സമൂഹങ്ങളെ അധികാരത്തിൻ്റെ പടവുകളിലും പദവികളിലും എത്തിക്കാൻ ജനാധിപത്യം വിഭാവന ചെയ്തിട്ടുള്ള ഒരു സങ്കല്പവും സംവിധാനവുമാണോ സംവരണം? എന്നല്ല, ഇന്ത്യയിലെ സംവരണ വിരുദ്ധ മൂവ്മെൻറ്റുകളുണ്ട്. പ്രത്യേകിച്ച് 1990 ശ്രീ VP സിംഗോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയപ്പോൾ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലും മെട്രോ നഗരങ്ങളിലുമൊക്കെ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിരുന്നു. സംവരണ വിരുദ്ധ പ്രസ്ഥാനങ്ങളും. അവരുടെ പേര് തന്നെ സോഷ്യൽ ഈക്വാലിറ്റി മൂവ്മെന്റ് എന്നാണ്. അവർ ഡിമാൻഡ് ചെയ്തത്, അവരാവശ്യപ്പെട്ടത് സമത്വമാണ്. സമത്വം വേണം. എല്ലാ സീറ്റിലും എല്ലാവർക്കും മത്സരിക്കാൻ പറ്റണം. പക്ഷെ അത് സാമൂഹ്യനീതി, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ജനാധിപത്യവും സോഷ്യലിസവുമായും ഒക്കെ ബന്ധപ്പെട്ട സങ്കല്പത്തിന് എതിരാണ്. അപ്പൊ സമത്വം എപ്പോഴും നീതി പ്രദാനം ചെയ്തു കൊള്ളണമെന്നില്ല. എന്ന് മാത്രമല്ല, സമത്വം ചിലപ്പോഴെങ്കിലും നീതിക്കെതിരായിരിക്കും. നമ്മുടെ ബസ്സിൽ സ്ത്രീകൾക്ക് സീറ്റ് സംവരണമുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ബസ്സിലെ സീറ്റുകൾ ജനറൽ ന്യൂട്രൽ അല്ല. നമ്മുടെ ബാലുശ്ശേരി സ്കൂളിലെ യൂണിഫോം പോലെ ബസ്സിലെ സീറ്റുകളെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. കേരളത്തിലെ ബസ്സിലെ സ്കൂളിലെ യൂണിഫോം മാത്രമല്ല, ബസ്സിലെ സീറ്റും ജനറൽ ന്യൂട്രൽ ആവണം എന്ന് തീരുമാനിച്ചാൽ നല്ല തിരക്കുള്ള ബസ്സാണ്. രണ്ട് ഭാഗത്തുകൂടിയും യാത്രക്കാർ ഇരമ്പി ഇടിച്ച് കയറുകയാണെങ്കിൽ ആ ബസ്സിലെ 45 50 വരുന്ന സീറ്റുകളിൽ ഭൂരിഭാഗവും ആണുങ്ങൾക്ക് കിട്ടാനാണ് സാധ്യത. അതാണ് സാധ്യത എന്നതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നിശ്ചിത സീറ്റ് സംവരണം ചെയ്തത്. എത്ര ആണുങ്ങൾ ഇടിച്ച് ആദ്യം കയറിയാലും ആ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാരുണ്ടെങ്കിൽ അത് അവർക്ക് റിസർവ്ഡ് ആണ്.
ഇനി സ്ത്രീകൾക്ക് സ്ത്രീ സംവരണത്തിനകത്ത് ബസ്സിൽ ഉപസംവരണമുണ്ട്. അമ്മയും കുഞ്ഞും സീറ്റുണ്ട് അല്ലേ? അപ്പോൾ ആ സംവരണം ഇല്ലായിരുന്നു നോക്കുക. സ്ത്രീകൾക്കകത്ത് സമത്വം എങ്കിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളിൽ ഭൂരിഭാഗം ആ സീറ്റുകളെല്ലാം കൈക്കുഞ്ഞില്ലാത്ത സ്ത്രീകൾക്ക് ലഭിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് അമ്മയും കുഞ്ഞിനും വേറെ സീറ്റ് റിസർവ് ചെയ്തത്. പ്രൈവറ്റ് ബസ്സുകളിൽ എങ്കിലും ആണുങ്ങളിൽ മുതിർന്ന പുരുഷന്മാർക്ക്, KSRTCയിലൊക്കെ സ്ത്രീകൾക്കുമുണ്ടെന്ന് തോന്നുന്നു, മുതിർന്ന പൗരന്മാർക്ക് സീനിയർ സിറ്റിസൺസിന് സീറ്റ് സംവരണമുണ്ട്. ഓപ്പൺ മെറിറ്റ് ആണെങ്കിൽ, ഇടിച്ചു കയറലാണെങ്കിൽ മുതിർന്ന ആളുകൾക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് സംവരണം ഏർപ്പെടുത്തിയത്. അപ്പം സമത്വം എപ്പോഴും നീതി പ്രദാനം ചെയ്തു കൊള്ളണമെന്നില്ല എന്നതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം മാത്രമല്ല, അതൊരു തുടക്കമാണ്. ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റലുകളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റൽ ഭാഗികമായി നടപ്പിലാക്കിയിട്ട് ഇപ്പോൾ പിൻവലിച്ചതാണ്. നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക് ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കോളേജുകളിലൊക്കെ അത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റൽ റൂമുണ്ട്. ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആ ഹോസ്റ്റലിൽ രണ്ട് കൂട്ടർക്കും മുറിയുണ്ടാകാം എന്നതാണ്. അതും വിട്ടിട്ട് ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റൽ റൂമുണ്ടായാൽ ഒരു റൂമിൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കാം, യുവാക്കൾക്കും യുവതികൾക്കും താമസിക്കാം. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ പലതുമുണ്ട് മുതലാളിത്ത രാജ്യങ്ങളിൽ. അപ്പം ഇത് എന്തിനാണെന്ന് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്ത് ഒന്നുകൂടി തെളിയിച്ച് പറയാം. അതേസമയം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് നീതിയുടെ ഭാഗമാണ്. അത് സമത്വത്തിൻ്റെ ഭാഗമല്ല, അത് നീതിയുടെ ഭാഗമാണ്. ചില ആണുങ്ങൾക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞങ്ങൾ കൈക്കരുത്തുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ മുഷ്കിനും മുഷ്ടിക്കുമൊക്കെ കീഴിൽ ജീവിക്കേണ്ടവരാണ് പെണ്ണുങ്ങൾ എന്നത്. അത് നീതിയല്ല. പുരുഷന് കുടുംബജീവിതത്തിൽ നേതൃത്വമുണ്ട്. അത് പുരുഷൻ്റെ മുഷ്കിനും സ്വേച്ഛാധിപത്യത്തിനും നൽകപ്പെട്ട അംഗീകാരമല്ല, അതിനെതിരായുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. നിർഭയ കേസ്, കൊലക്കേസ്, അതിലെ പ്രതികളായ ആളുകളോട് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ പെണ്ണുങ്ങൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ പ്രതികൾ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. പെണ്ണുങ്ങളിങ്ങനെ രാത്രി ഇറങ്ങി നടക്കാനൊന്നും പാടില്ല. അങ്ങനെ ഇറങ്ങി നടന്നാൽ അവരെ കൈകാര്യം ചെയ്യൽ പുരുഷന്മാരെന്ന നിലക്കുള്ള ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നതാണ്. കാരണം പ്രകൃതി ഞങ്ങൾക്ക് എന്ത് നൽകിയിട്ടുണ്ട്? പെണ്ണുങ്ങളെക്കാൾ കൈക്കരുത്ത് നൽകിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഇങ്ങനെ നൽകപ്പെട്ട കരുത്തുകളെല്ലാം അത് നൽകപ്പെടാത്തവർക്കെതിരെ പ്രയോഗിക്കാനുള്ളതാണ് എന്നത് ഒരു ദൈവവിരുദ്ധമായ വാദഗതിയാണ്. ഒരു കൂട്ടർക്ക് പ്രത്യേകമായി എന്തെങ്കിലും ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാത്തവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് കരുത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കരുത്തില്ലാത്തവൻ്റെ മേൽ കുതിര കയറാനുള്ളതല്ല, കരുത്തില്ലാത്തവരെ സംരക്ഷിക്കാനുള്ളതാണ്. സംരക്ഷിക്കേണ്ട ആവശ്യം വന്നാൽ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ വിശ്വാസികളും അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളായ ആളുകളും തമ്മിലുള്ള ഒരു സംവാദം അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു
ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അന്തും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അല്ലാഹു ദൈവം സമ്പത്ത് നൽകിയ ആളുകളോട് നിങ്ങൾ ആ സമ്പത്ത് ദൈവമാർഗത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, അല്ല കൊടുക്കാത്തവർക്ക് ഞങ്ങൾ കൊടുക്കണമെന്നോ? വ്യക്തമായ വഴികേടാണ് നിങ്ങൾ പറയുന്നത്. അല്ല സമ്പത്ത് തന്നതുകൊണ്ട് ഞങ്ങൾ സമ്പന്നരായി, അല്ല സമ്പത്ത് കൊടുക്കാത്തത് കൊണ്ട് ദരിദ്രർ അങ്ങനെയുമായി. അത് ദൈവനീതിയാണ്. ആ ദൈവനീതിക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. ഇതല്ല ദൈവനീതി. നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് തന്നത് അതില്ലാത്തവർക്കു കൂടി നൽകാനാണ്. ഇതാണ് ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് പറയുന്നത്. പുരുഷന് കൂടുതൽ ശാരീരികമായ കരുത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പെണ്ണിനെതിരെ പ്രയോഗിക്കാനുള്ളതല്ല. ലോകത്ത് കൈക്കരുത്തല്ല കാര്യങ്ങൾ നിർണയിക്കേണ്ടത്, നീതിയാണ്. കരുത്ത് അവസാനിക്കുന്നിടത്തല്ലെങ്കിൽ കരുത്ത് നിയന്ത്രിക്കപ്പെടുന്നിടത്താണ് നീതി ഉണ്ടാവുക. കൈക്കരുത്തോ അല്ലെങ്കിൽ എന്തും സമ്പത്തിൻ്റെ കരുത്ത്, അധികാരത്തിൻ്റെ കരുത്ത്, അത് പ്രത്യേകിച്ചൊരു തരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിൻ്റെ പേരല്ല നീതി എന്ന് പറയുന്നതോ. ചില തത്വങ്ങളുടെ പുറത്ത് എല്ലാവരുടെയും താല്പര്യങ്ങളെ മുന്നിൽ വെച്ച് കരുത്തുകളെ, അധികാരങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണോ നീതി ഉണ്ടാവുക, അതിലുണ്ടാവുക, കിസ്തുണ്ടാവുക. അപ്പോൾ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടുന്ന നീതി എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അതിൻ്റെ ഭാഗമായുള്ള സ്ത്രീയുടെ സ്വാതന്ത്ര്യം പ്രധാനമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ട്. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അത് ഞങ്ങളെ പഠിപ്പിച്ചത് നബിയാണ്. പ്രവാചകൻ താൻ മുന്നോട്ട് വെച്ച ഒരു സാമൂഹിക ക്രമത്തിൻ്റെ പുലർച്ചയെക്കുറിച്ചുള്ള പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അന്നത്തെ അറേബ്യയിലെ ഏറ്റവും കലുഷിതമായ സംഘർഷ ഭരിതമായ സ്ഥലമായ യമൻ, ആ യമനിൻ്റെ അതിർത്തികളാണ് സൻഅയും ഹളറമൗത്തും. സൻഅയിൽ നിന്ന് ഹളറമൗത്തിലേക്ക് ഒരു പെണ്ണിന് അതിൻ്റെ ഒപ്പമുള്ള ആടിനെ ചെന്നായ പിടിക്കുമോ എന്നല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ സഞ്ചരിക്കാവുന്നൊരു കാലം വരും. ഹീറയിൽ നിന്നൊരു പെണ്ണോ ഒറ്റക്ക് വന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്നൊരു കാലം വരും. ഇതാണ് ഈ സാമൂഹിക ക്രമത്തിൻ്റെ, ഈ രാഷ്ട്രീയ ക്രമത്തിൻ്റെ പുലർച്ചയുടെ അടയാളമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ അത് സമത്വമല്ല. നീതിയെക്കുറിച്ചൊരു കാര്യം കൂടി പറയാം. നമ്മുടെ നാട്ടിൽ പൊതുവെ പറയുന്നൊരു ചൊല്ലാണ്, ഇല മുള്ളിൽ വീണാലും മുള്ള് ഇലയിൽ വീണാലും ഇലക്കാണ് പരിക്ക്. ഇതൊരു പ്രകൃതി സത്യമാണ്. ശക്തി അധികാരം വാഴുന്നിടത്ത്, നീതി അധികാരം വാഴുന്നിടത്തല്ല, ശക്തി അധികാരം വാഴുന്നിടത്ത് അതൊരു സാമൂഹിക സത്യവുമാണ്. പക്ഷെ അത് നീതിയല്ല. ഇല മുള്ളിൽ വീണാൽ ഇലക്ക് പരിക്ക് പറ്റുന്നതിൽ നീതിയുണ്ട്. പക്ഷെ മുള്ളു പോയിട്ട് ഇലയിൽ വീണാലും പരിക്ക് ഇലക്ക് തന്നെ എന്ന് പറയുന്നത് പ്രകൃതി സത്യമായിരിക്കാം. എല്ലാ പ്രകൃതി സത്യങ്ങളും നീതിയല്ല. സമ്പത്ത് കിട്ടിയവന് സമ്പത്തുണ്ട്, ഇല്ലാത്തവന് ഇല്ല എന്നത് പ്രകൃതി സത്യമാണ്. പക്ഷെ അത് നീതിയല്ല. അത്തരം പ്രകൃതി സത്യങ്ങൾ നീതി പുലർത്താൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ട ഒരു പരീക്ഷയിലെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ലോകത്ത് നീതി പുലരുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സമത്വം എല്ലായ്പ്പോഴും നീതിയെ പ്രദാനം ചെയ്തു കൊള്ളണമെന്നില്ല. പലപ്പോഴും അത് അനീതിയെയാണ് സൃഷ്ടിക്കുക. സ്ത്രീ സ്വാതന്ത്ര്യവാദം, പ്രത്യേകിച്ച് ലിബറലിസത്തിൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യവാദം, അതിൻ്റെ പേര് സ്ത്രീവാദം, ഫെമിനിസം, സ്ത്രീ സ്വാതന്ത്ര്യവാദം എന്നൊക്കെയാണ്. പക്ഷെ നമ്മളതിനെ
ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ശക്തന്റെ വാദമാണ് എന്ന് കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ, ലിബറലിസത്തിൽ ലൈംഗിക ബന്ധത്തിനുള്ള ഉപാധി രണ്ടെണ്ണമാണ്. ഒന്ന് പ്രായപൂർത്തിയാണ്, മറ്റൊന്ന് പരസ്പര സമ്മതമാണ്. വേറെ ഇസ്ലാമൊക്കെ നിർദ്ദേശിക്കുന്ന മാതിരിയുള്ള ഒരു കരാർ, നിക്കാഹ് അതിനാവശ്യമില്ല. നിക്കാഹിൻ്റെ ഗുണമെന്താണെന്ന് ചോദിച്ചാൽ, അതിൽ രണ്ട് കൂട്ടരുടെയും അവകാശങ്ങളും ബാധ്യതകളും, ഇനി അതിൽ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളും ബാധ്യതകളുമെല്ലാം കൃത്യമാണ്. അതാരെങ്കിലും നടപ്പാക്കാതിരിക്കുന്നു, ലംഘിക്കുന്നുവെങ്കിൽ ഈ അടിസ്ഥാനത്തിലേക്ക് അവരെ കൊണ്ടുവന്നാൽ മതി, ഒന്നുകിൽ ഉത്ബോധനത്തിലൂടെ അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചിട്ട്. ലിബറലിസത്തിൽ എവിടത്തേക്കും കൊണ്ടുവരാനില്ല, രണ്ട് ഉപാധിയേ ഉള്ളൂ. ഒന്ന്, അത് വളരെ അനീതിപരമാണ്. അവിടെ സമത്വമൊക്കെ ഉണ്ട്, ആണിനും പെണ്ണിനും തുല്യമാണ്, രണ്ടാക്കും പ്രായപൂർത്തിയാണ്, രണ്ടാക്കും കൺസെൻ്റാണ്, ഇക്വാലിറ്റി ഉണ്ട്. രണ്ട് കൂട്ടർക്കും അതിൽ നീതി ലഭിക്കില്ല, ലഭിച്ചുകൊള്ളണമെന്നില്ല. നമ്മുടെ നാട്ടിൽ കുറച്ചു മുമ്പ് ഒരു മീ ടു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, അല്ലേ? ലോകവ്യാപകമായി ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു ലിബറൽ ബന്ധത്തിൽ പ്രായപൂർത്തിയായ രണ്ടാളുകൾ പരസ്പര സമ്മതത്തോടെ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് 10-15 കൊല്ലം കഴിഞ്ഞ് ഒരു സ്ത്രീ, ഇതിലെ മറുകക്ഷി ഒരു VIP ആണെന്ന് കരുതുക, അവർ വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അവർ പറയാണ് അത് സമ്മതത്തോടെ ആയിരുന്നില്ല, എൻ്റെ മേലെന്തെങ്കിലും അധികാരം ഉപയോഗിച്ച് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ടാകാം. ഒന്ന്, ആ സ്ത്രീ സത്യമായിട്ട് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് അവർ സ്വമേധയായോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണയുടെ ഫലമായോ ഇയാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നതുമാകാം. പ്രത്യേകിച്ച് ഉന്നത വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മീ ടു രണ്ടാമത് പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ പുരുഷൻ ഒരിക്കലും തൻ്റെ ഭാഗം സമൂഹത്തിൻ്റെ മുമ്പിൽ സാധൂകരിക്കാൻ കഴിയില്ല, ലിബറൽ ധാർമ്മികതയനുസരിച്ച്. കാരണം ഒരു തർക്കം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന്, അതിന് ഒരു പരസ്പര സമ്മതത്തോടെയുള്ള ഒരു കരാർ, ഡോക്യുമെൻ്റ്, രേഖ ഉണ്ടാവുക എന്നതാണ്. ലിബറലിസത്തിൻ്റെ ധാർമ്മികതക്കോ ഇക്കാര്യത്തിനൊരു രേഖയും ആവശ്യമില്ല, അല്ലേ? നമ്മൾ വിവാഹം നടത്തിയിട്ട് പള്ളിയിൽ രജിസ്റ്റർ ചെയ്യുന്നു, അതൊരു രേഖ ആവശ്യമാണെന്നതുകൊണ്ടാണ്. പിന്നെ തർക്കം പരിഹരിക്കാനുള്ള വഴി സാക്ഷിയാണ്, ഇക്കാര്യത്തിനൊരു സാക്ഷിയും ഉണ്ടാവില്ല. ഇനി പെണ്ണും അനീതിക്കിരയാകും. നമ്മൾ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുള്ള വാർത്തയാണ് വിവാഹ വാഗ്ദാനം ചെയ്തു വഞ്ചിച്ചു എന്നത്. കൺസെൻറ്റോടെ പ്രായപൂർത്തിയായവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതും രണ്ട് തരത്തിൽ സംഭവിക്കാം. പുരുഷൻ പെൺകുട്ടിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് ചെയ്യാം. ചിലപ്പോൾ പറ്റിക്കാനായിരിക്കില്ല, അയാൾ ആത്മാർത്ഥമായി തന്നെ അപ്പം കരുതും കല്യാണം കഴിക്കാം. പക്ഷെ പിന്നെ അയാളുടെ മനസ്സ് മാറുന്നു. അങ്ങനെയൊരു കേസ് ഈ അടുത്ത് ബോംബെ ഹൈക്കോടതിയിൽ വന്നു. ഒരു പെൺകുട്ടി കേസ് കൊടുത്തു. അപ്പോൾ ഇയാളെ വിസ്തരിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതായിരുന്നു, പക്ഷെ പിന്നെ എനിക്ക് അത് ശരിയാവില്ല എന്ന് തോന്നി. അപ്പം കോടതി പറഞ്ഞു, ഇയാളെ നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയും ചീറ്റിംഗ് നടക്കും, ബോധപൂർവമായാലും അല്ലെങ്കിലും. പക്ഷേ ഇസ്ലാമിൻ്റെ വിവാഹ വ്യവസ്ഥയിൽ ആരും ചീറ്റ് ചെയ്യപ്പെടുകയില്ല. അവിടെ നീതി ലഭിക്കും എല്ലാവർക്കും, മറ്റേടത്ത് നീതി ലഭിക്കുകയില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു, ഇത് ശക്തൻ്റെ ആശയമാണ്. പരസ്പര സമ്മതത്തോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നതിൻ്റെ ഗുണഭോക്താവ് ആരാണ്? പുരുഷനാണ്, സ്ത്രീയല്ല. അമേരിക്കയിൽ സിംഗിൾ പാരന്റിങ് നടത്തുന്ന ദമ്പതികളുണ്ട്. പാരന്റിങ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിലെ രക്ഷാകർതൃത്വം. അത് അച്ഛനും അമ്മയും, ഉമ്മയും ബാപ്പയും ചേർന്നിട്ടാണ് നടത്തുക.
ലോകത്ത് ഇപ്പോൾ സിംഗിൾ പാരൻറ്റിങ് ഉണ്ട്, ഒരു രക്ഷിതാവ് മാത്രം, ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ. ഇങ്ങനെ സിംഗിൾ പാരൻറ്റിങ് നടത്തുന്ന രക്ഷിതാക്കളെ കുറിച്ച കണക്കിൽ അതിൽ 8-7 സ്ത്രീകളാണ്, 8-1 മാത്രമാണ് പുരുഷന്മാർ. അപ്പം അതുകൊണ്ട് പരിക്കു പറ്റുന്നതോ എന്നല്ല പറയേണ്ടത്, അതുകൊണ്ട് ലാഭം ലഭിക്കുന്നത് പുരുഷനാണ്. ഉത്തരവാദിത്തമില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയും എന്നതാണ് അതിൻ്റെ കാര്യം. സ്ത്രീകൾ അർദ്ധനഗ്നരായി വസ്ത്രം ധരിക്കുക ഈ ലിബറലുകളുടെ, റാഡിക്കൽ ഫെമിനിസ്റ്റുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റാണ്. സ്ത്രീകൾ മാറുമറക്കാതെ പൊതുസ്ഥലത്ത് വരിക, ബീച്ചിലൊക്കെ ഇരിക്കുക. അത് പുരുഷ മേധാവിത്വത്തിനെതിരായ വലിയ സമരമാണ്, കലാപമാണെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെയും ഗുണഭോക്താക്കൾ പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. ഇത് ലിബറൽ സദാചാരവാദം ആത്യന്തികമായി എത്തുക കുടുംബ തകർച്ചയിലാണ്. കുടുംബം തകർന്നാൽ അതിൻ്റെ ഗുണാർക്ക? ആരോഗ്യമുള്ള പുരുഷന്. അല്ലാത്ത അതുപോലും അവൻ ആരോഗ്യമുള്ളൊരു കാലത്ത് മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നത് ആർക്കൊക്കെയാണ്? കുഞ്ഞുങ്ങൾ അല്ലേ? ലോകത്തിലോ ജീവികളിൽ ഏറ്റവും ദുർബലമായ ശൈശവമുള്ള ജീവിയാണ് മനുഷ്യൻ. ഏറ്റവും ദൈർഘ്യമുള്ള ശൈശവമുള്ള ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുടുംബം ആവശ്യമാണ്, ശാരീരികമായ വളർച്ചയ്ക്ക് മാത്രമല്ല, അവരുടെ മാനസികവും വ്യക്തിത്വപരവുമായ വളർച്ചയ്ക്കും ഭദ്രതയുള്ള കുടുംബമുണ്ടാവുക എന്നത് വളരെ വലിയ ആവശ്യമാണ്. അത് മനസ്സിലാകണമെങ്കിൽ അമേരിക്കയിൽ ഇന്ന് ഉന്നത ഉദ്യോഗങ്ങളിൽ, കമ്പനികളിലെ ഉന്നത തസ്തികകളിൽ ഇന്ത്യക്കാരും മറ്റേഷ്യൻ നാടുകളിൽ നിന്നുള്ള ചെറുപ്പക്കാരുമാണ് സേവനമനുഷ്ഠിക്കുന്നത്. എന്താ കാരണം? അതിൻ്റെ കാരണം മനസ്സിലാകാൻ വേറൊരു പ്രസ്താവന ഓർത്താൽ മതി. ബറാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിലെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മാത്സ് പഠിക്കുന്നതിലോ ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാതൃകയാക്കണം. മാത്സ് പഠിക്കലും ഇന്ത്യൻ സമൂഹവുമായിട്ട് എന്താ ബന്ധം? അത് മനസ്സിലാകാൻ ബ്രിട്ടനിലെ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു പഴയ പ്രസ്താവന ഓർത്താൽ മതി. ബ്രിട്ടനിലെ വിദ്യാർത്ഥികളുടെ ഗണിതാധ്യയനം ശരിയാകണമെങ്കിൽ ബ്രിട്ടനിലെ കുടുംബ വ്യവസ്ഥ ശരിപ്പെടുത്തണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. കണക്ക് പഠിക്കലും കുടുംബവും തമ്മിൽ എന്താ ബന്ധം? മാത്തമാറ്റിക്സ് എന്നത് ലോകത്തെവിടെയും ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ പ്രയാസമുള്ളൊരു വിഷയമായിരിക്കും. ജന്മന അതിന് താല്പര്യമുള്ള കുറച്ച് പേരുണ്ടാവും, അവർ ന്യൂനപക്ഷമായിരിക്കും. അപ്പോൾ പഠിക്കാൻ പ്രയാസമുള്ളൊരു വിഷയം പഠിക്കണമെങ്കിൽ കുടുംബം വേണം. എന്താ വീട്ടിൽ അച്ഛനും അമ്മയും കുത്തിയിരുന്നിട്ട് കുട്ടികളെ കണക്ക് പഠിപ്പിക്കുകയാണോ? അല്ല. ഒരു ഭദ്രമായ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രയാസമുള്ള വിഷയങ്ങൾ ശൈശവത്തിലും കൗമാരത്തിലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അമേരിക്കയിലെ ഉന്നത തസ്തികകളിൽ ഇന്ത്യക്കാരും ഏഷ്യക്കാരും എത്തിപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. അതേപോലെ ഫിസിക്കലി മെൻ്റലി ചലഞ്ചഡായ ആളുകൾക്ക് കുടുംബത്തിൻ്റെ സംരക്ഷണം വേണം. നാട്ടുകാർ ഭ്രാന്തനെന്നും പൊട്ടനെന്നും വിളിക്കുന്ന ആളുകളോ കുടുംബത്തിൽ ഭ്രാന്തനും പൊട്ടനുമല്ല. അവർ അച്ഛനും അമ്മയും ഇളയച്ഛനും എളാപ്പയും മൂത്താപ്പയും അമ്മാവനും കാരണവരും അങ്ങനെ പലതുമാണ്. അവർക്ക് കുടുംബത്തിലൊരു വ്യക്തിത്വമുണ്ടോ? അത് കുടുംബത്തിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. രോഗികൾ, അതേപോലെ മുതിർന്നവർ. CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കാലമാണ്. ബ്രാഞ്ച് കമ്മിറ്റി ഒഴിച്ചുള്ള ഒരു കമ്മിറ്റിയിലും 75 വയസ്സ് കഴിഞ്ഞവരെ ഉൾപ്പെടുത്തരുത് എന്നതാണ് പാർട്ടിയുടെ നിർദ്ദേശം. യഥാർത്ഥത്തിൽ ന്യായവുമാണ്. പക്ഷേ അത് ഏത് സാമൂഹിക സംവിധാനത്തിലും മുതിർന്ന പൗരന്മാർ, അവർ പ്രൊഡക്ഷൻ ഇല്ലാത്തവരോ പ്രൊഡക്ഷൻ കുറഞ്ഞവരോ ആയിരിക്കും. അവരെ കൊണ്ട് വലിയ ഉപയോഗവും ഉപകാരവും ഉണ്ടാവുകയില്ല. പക്ഷേ കുടുംബത്തിൽ അങ്ങനെയല്ല.
കുടുംബത്തിൽ പ്രായമുള്ളവർക്ക് വലിയ പ്രാമുഖ്യമുണ്ട്. സ്ത്രീക്കും പുരുഷനും അവരുടെ അവസ്ഥ വീഞ്ഞ് പോലെയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടെ വില വർദ്ധിക്കുകയാണ് ചെയ്യുക. അത് കുടുംബത്തിൽ മാത്രം സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ്. കുടുംബം എല്ലാ ദുർബലരെയും ശക്തിപ്പെടുത്തുന്ന, എംപവർ ചെയ്യുന്ന, അല്ലെ, ഇത് വിമൺ എംപവർമെന്റിന്റെ കാലമാണ്. നമ്മൾ സ്ത്രീകളുടെ എംപവർമെന്റിനെ കുറിച്ചു മാത്രമല്ല, എല്ലാ ദുർബലരുടെയും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദുർബലരുടെയും എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ കുടുംബം അതിനേറ്റവും സഹായകമായ, എന്നല്ല, കുടുംബത്തിലൂടെ മാത്രമേ എല്ലാ ദുർബലരെയും നമുക്ക് ശക്തരാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ എല്ലാ ഭാരവും സ്ത്രീകൾ തന്നെ വഹിക്കണം എന്ന ഒരു സാമൂഹികാവസ്ഥയുണ്ട്. അത് മാറ്റപ്പെടേണ്ടതാണ്. അതിന് പരിഹാരം കുടുംബം പൊളിക്കലല്ല, കുടുംബത്തെ ശരിയായ ദൈവികാധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ പരിഷ്കരിക്കുക എന്നതാണ് അതിനുള്ള വഴി. അപ്പൊ ലിബറലിസത്തിലൂടെ, കുടുംബത്തകർച്ചയിലൂടെ സംഭവിക്കാൻ പോകുന്നത് ആളുകൾ വിചാരിക്കുന്ന പോലെ ഏതോ ഒരു മതവിശ്വാസികൾക്ക് അവരുടെ മതവിശ്വാസങ്ങൾ കൊണ്ടു നടക്കാൻ കഴിയാതെ പോകുന്നു എന്നതല്ല. ഗുണമേന്മയുള്ള മനുഷ്യ വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ അടുത്ത തലമുറ ഇന്നാട്ടിൽ ശാസ്ത്രത്തിൽ, സാങ്കേതിക വിദ്യയിൽ, ഭരണനിർവഹണത്തിൽ, രാഷ്ട്രീയത്തിൽ, കലയിൽ, സാഹിത്യത്തിൽ, സാമൂഹ്യശാസ്ത്രത്തിൽ, മാനേജ്മെന്റിൽ, ഇതിലൊക്കെ നൈപുണ്യമുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സായിട്ട് മാറണം. ഒന്നിനും കൊള്ളാത്ത മനുഷ്യരായിട്ടോ, ഗുണമേന്മയുള്ള മനുഷ്യ വിഭവശേഷി അല്ലാതായിട്ടോ നമ്മുടെ ഭാവി സമൂഹം മാറും. ഇതായിരിക്കും ലിബറലിസത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. ലിബറൽ സദാചാരം ഒരു വലിയ സദാചാര മലിനീകരണമാണ് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ തിരിഞ്ഞാലും, എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് ചങ്ങമ്പുഴ രമണനിൽ പാടുന്നുണ്ട്. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെയെല്ലാം ലൈംഗികത മാത്രം. ഇത് മുതലാളിത്തമുണ്ടാക്കിയ ഒരവസ്ഥയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ വേദിയിൽ നിന്ന് മണിക്കൂറുകളെടുത്ത് ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നത് മുതലാളിത്തമുണ്ടാക്കിയെടുത്ത ഒരു സാമൂഹികാവസ്ഥയാണ്. ഒരു ലൈംഗിക മലിനീകരണം അവരിവിടെ സൃഷ്ടിക്കുന്നുണ്ട്. പരസ്യങ്ങളിലൂടെ, സിനിമകളിലൂടെ, പോണോഗ്രാഫിയിലൂടെ, അശ്ലീല സാഹിത്യങ്ങളിലൂടെ, അത്തരം വീഡിയോകളിലൂടെ, അങ്ങനെ പലതിലൂടെയും. നേരത്തെ മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക ക്രമം, വികസനം എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വമ്പിച്ച പാരിസ്ഥിതിക തകർച്ച സൃഷ്ടിച്ചു. അന്ന് ആർക്കും എതിര് പറയാൻ പറ്റില്ല. വികസന വിരോധി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലൊക്കെ അയാളുടെ കഥ കഴിഞ്ഞു പോകും. അത്ര ശക്തമായ, അത്ര ആധിപത്യശേഷിയുള്ള ആശയമായിരുന്നു അത്. പക്ഷേ ആ ആശയമാണ് നമ്മുടെ കുന്നുകളെ ഇടിച്ച് നിരത്തിയത്, നമ്മുടെ പാടങ്ങളെ നികത്തിക്കളഞ്ഞത്, നമ്മുടെ തണ്ണീർത്തടങ്ങളെ നഷ്ടപ്പെടുത്തിയത്. എന്നിട്ടിപ്പോൾ മുതലാളിത്ത വികസിത രാജ്യങ്ങൾ തന്നെ, അതിൻ്റെ രാഷ്ട്രത്തലവന്മാർ തന്നെ വട്ടമേശകൾക്ക് ചുറ്റുമിരുന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കൂലങ്കഷമായി ചർച്ച ചെയ്യുകയും ആശങ്കപ്പെടുകയും ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ മുതൽ പരിസ്ഥിതി യജ്ഞങ്ങൾ, മരം നടൽ പരിപാടികൾ, പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയായത്? എല്ലാ ജൂൺ 5-നും മരം നട്ടാൽ പോരല്ലോ. നമ്മളുടെ മുൻതലമുറയൊന്നും ഇങ്ങനെ മരം നട്ടിട്ടില്ലല്ലോ, ഇങ്ങനെ പരിസ്ഥിതിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പം മഴ പെയ്യണമെങ്കിൽ ന്യൂനമർദ്ദമുണ്ടാകണം. ന്യൂനമർദ്ദം കൊണ്ടല്ലല്ലോ നമുക്ക് മുമ്പ് കാലവർഷമുണ്ടായത്. നമുക്ക് 2 കാലവർഷങ്ങൾ കേരളത്തിനുണ്ടായിരുന്നു. ഇപ്പം എന്താ മഴേൻ്റെ കഥ? എങ്ങനെ ഇങ്ങനെയായി?
കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയാവുന്നത്? ഇതുമാണല്ലോ അന്വേഷിക്കാൻ. അധികാരികൾ മരം നടാൻ പറയുമ്പം മരം നടുക, പരിസ്ഥിതി ജാഥ നടത്താൻ പറയുമ്പോൾ ജാഥ നടത്തുക എന്നതല്ലല്ലോ. കാര്യങ്ങൾ എങ്ങനെ ഇങ്ങനെയായി? അത് മുതലാളിത്തം കൊണ്ടുവന്ന ഒരു വികസന രീതിയുടെ ഫലമാണ്. എന്നല്ല ലോകം ഇപ്പം നിലനിൽക്കുന്നത്. എത്രയെങ്കിലും മുതലാളിത്തവൽക്കരിക്കപ്പെടാത്ത ആഫ്രിക്കൻ നാടുകൾ അവര് പ്രദാനം ചെയ്യുന്ന ഓക്സിജന്റെ ബലത്തിലാണ് വികസിതമായ നാടുകൾ പോലും നിലനിൽക്കുന്നത്. ആ ആഫ്രിക്കയും കൂടി മുതലാളിത്തവൽക്കരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, അവരുടെ ഭാഷയിൽ വികസിത നാടുകളായിരുന്നെങ്കിൽ, ഇന്ന് അമേരിക്ക ഉൾപ്പെടെ ശ്വാസം കിട്ടാതെ മരിക്കുമായിരുന്നു. ഇതേപോലെ വമ്പിച്ച ഒരു സദാചാര മലിനീകരണം മുതലാളിത്തം ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രമുഖനായ സാമൂഹിക ശാസ്ത്രജ്ഞൻ ബ്ലാങ്കൻ ഹോൺ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പോക്ക് ഇങ്ങനെ പോയാൽ വികസിത നാടുകളിൽ ഇപ്പോൾ തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു. പ്രായപൂർത്തിയായ ആൺകുട്ടികളുടെ കയ്യിലെല്ലാം തോക്കുണ്ടാവും. പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കയ്യിലൊക്കെ അച്ഛനില്ലാത്ത കുട്ടികളുണ്ടാവും. തന്തയില്ലാത്ത സമൂഹം. ഇതാണ് മുതലാളിത്തം സൃഷ്ടിക്കുന്നത്. പെൺകുട്ടികൾക്കൊക്കെ സിംഗിൾ പാരന്റിങ് നടത്തുന്ന കുട്ടികളുണ്ടാവും. ആൺകുട്ടികൾക്ക് എന്താ പണി? ഇല്ലേ, നമ്മൾ സാധാരണ നാട്ടിലെന്താ പറയല്? ഒരല്പം ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്ന ജീവിതത്തെക്കുറിച്ച് ഗൗരവമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മളെന്താ പറയാ? ഓനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം, കല്യാണം കഴിപ്പിക്കണം, അല്ലേ? ഒരു നാടൻ യുക്തിയാണത്. എന്തിനാ? നമുക്കൊരു ഉത്തരവാദിത്ത ബോധം വരും. അങ്ങനെ പെണ്ണ് കെട്ടുമ്പോഴേക്കൊരുത്തിന് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുന്നത്? അവന് ഉത്തരവാദിത്തം വരികയാണ്. കാരണം കുടുംബത്തെ നോക്കണം, പോറ്റണം, മക്കളെ വളർത്തണം, അധ്വാനിക്കണം. ജീവിതം ഗൗരവമുള്ള ഒരു പരിപാടിയാണ്. ഇതങ്ങനെ കാര്യമില്ല. ലൈംഗികത അതിൻ്റെ വഴിക്ക് നടന്നോളും. അതിൻ്റെ എല്ലാ ഭാരങ്ങളും പെൺകുട്ടികൾ വഹിച്ചോളും. എന്നാൽ അവർക്ക് സൃഷ്ടിപരമായി സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അവർ ഒറ്റക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. ആണുങ്ങൾക്ക് വലിയ കർമ്മശേഷിയുണ്ട്. അവർക്കെന്താ പണി? ഒരു പണിയുമില്ല. പിന്നെന്താ ചെയ്യുക? ഭീകര സംഘങ്ങളിൽ ചെന്ന് ചേരുക, അധോലോക മാഫിയകളിൽ ചെന്ന് ചേരുക, കൊട്ടേഷൻ സംഘങ്ങളിൽ പോയി പ്രവർത്തിക്കുക. ഇതാണ് ആൺകുട്ടികളുടെ പണി. ഇങ്ങനെയുള്ള ഒരു സമൂഹം രൂപപ്പെടും എന്നതാണ് ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത്. എന്തിനാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കുന്നത്? നടപ്പാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. കമ്മ്യൂണിസ്റ്റുകൾ മുതലാളിത്തത്തിനെതിരാണ് എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. എന്നല്ല, മുതലാളിത്തത്തിൻ്റെ ഭീകരതയെ ഏറ്റവും നന്നായി ലോകത്തിന് പഠിപ്പിച്ചത് കമ്മ്യൂണിസമാണ്. മുതലാളിത്തത്തെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോഴും ഏറ്റവും നല്ല ഒരു ജ്ഞാന ഉപകരണമെന്ന് പറയുന്നത് മാർക്സിസം തന്നെയാണ്. പക്ഷേ ഈ മാർക്സിസത്തിൽ മാർക്സിസ്റ്റുകാർക്കൊരു വിശ്വാസമില്ല. വരുമെന്നുറപ്പുള്ള വസന്തത്തിൻ്റെ പരാഗങ്ങളാവുക എന്ന് പണ്ട് DYFIയുടെ ഒരു സംഘടനാ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യമുണ്ട്. അത് വരില്ലെന്നുറപ്പുള്ള വസന്തമാണെന്ന് അവർക്ക് തന്നെ നല്ല ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അവർ മുതലാളിത്ത അജണ്ട നടപ്പിലാക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഭരണകൂടവും സ്റ്റേറ്റ് ഭരണകൂടവുമെല്ലാം. ഭരണകൂടങ്ങൾ ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ ദല്ലാൾ പണിയാണ്, ബ്രോക്കർ പണിയാണ് ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തടുക്കാനോ ചെറുക്കാനോ ഉള്ള ഒരു ശേഷിയും നമ്മുടെ പിണറായി ഗവൺമെന്റിനുമില്ല. അതുകൊണ്ടാണ് മുതലാളിത്തത്തിൻ്റെ അജണ്ടയായ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുന്നത്. എന്താ അതിലെ മുതലാളിത്ത അജണ്ട? ഒരു സ്കൂളിൽ പെൺകുട്ടികളൊക്കെ പാൻ്റ് ഇടുന്നതിന് നിങ്ങൾ ഈ മത തീവ്രവാദികൾ എന്തിനാ കിടന്നൊച്ചയുണ്ടാക്കുന്നത്? അതല്ല വിഷയം. സ്കൂളിൽ പാൻ്റ് ഇടണോ എന്തിടണോ എന്ന് സ്കൂൾ അധികൃതർ തീരുമാനിച്ചാൽ മതി. കേരളത്തിൽ ആയിരക്കണക്കിന് സ്കൂളുകളിൽ വ്യത്യസ്തങ്ങളായ യൂണിഫോമുകളുണ്ട്. അതൊന്നും മാറ്റാറുള്ളത് ഓരോ അധ്യയന വർഷത്തിലും 2 അധ്യയന വർഷം കൂടുമ്പോഴുമൊക്കെ അതിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാറില്ല. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ടുമല്ല അത് ഉദ്ഘാടനം ചെയ്യാറുള്ളത്.
അത്തരം യൂണിഫോം പരിഷ്കരണങ്ങൾക്ക് ജനറൽ ന്യൂട്രൽ യൂണിഫോം പരിഷ്കരണമെന്ന് പേരുമില്ല. ജനറൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്തിനാണ് കാര്യങ്ങളെ മൊത്തത്തിൽ ജനറൽ ന്യൂട്രൽ ആക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം, അത് പ്രകൃതി വിരുദ്ധമാണ്. കാരണം മനുഷ്യൻ പ്രകൃതിപരമായി ജനറൽ ന്യൂട്രൽ അല്ല. ആണാണ്, പെണ്ണ് പെണ്ണാണ്. അവർക്കിടയിൽ പൊരുത്തമുള്ള പൊതുവായുള്ള ഒന്നുമില്ല എന്നല്ല, പലതുമുണ്ട്. തീർച്ചയായും ആണുങ്ങളും പെണ്ണുങ്ങളും ആരോഗ്യകരമായി പരസ്പരം ഇടപഴകുന്ന ഒരു സമൂഹം തന്നെയാണ് നല്ല സമൂഹം. ആണും പെണ്ണും വെള്ളം ചേരാത്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിൽ കഴിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ച സങ്കല്പമല്ല ഇസ്ലാം അവതരിപ്പിക്കുന്നത്. പരസ്പര ബഹുമാനത്തോടെയും പരസ്പര ബന്ധത്തിൽ പാലിക്കേണ്ട മര്യാദകൾ സഗൗരവം പാലിച്ചുകൊണ്ടും പരസ്പരം ഇടപഴകുന്ന ഒരു സമൂഹത്തെക്കുറിച്ച ചിത്രമാണ്, സങ്കല്പമാണ് ആണിനെയും പെണ്ണിനെയും കുറിച്ച് ഖുർആനും പ്രവാചക പാഠങ്ങളും അവതരിപ്പിക്കുന്നത്. പക്ഷെ അപ്പോഴും വ്യത്യാസമുണ്ട്. ആണും പെണ്ണും ഒരുപോലെയല്ല. പൊതുവായി പലതുമുണ്ട്, പങ്കുവെക്കാൻ പലതുമുണ്ട് എന്നത് ഒരുപോലെയാണ് എന്നതിന് തെളിവല്ല. വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം പ്രകൃതിപരമാണ്. അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പ്രകൃതി സത്യമാണ്. അതിന് പുതിയ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടോ ആശയം കൊണ്ടുവന്നിട്ടോ അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ആണും പെണ്ണും ജനറൽ ന്യൂട്രലാണ് എന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടോ അങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയിട്ടോ സ്കൂളുകളിൽ നടപ്പിലാക്കിയിട്ടോ മനുഷ്യൻ ജനറൽ ന്യൂട്രൽ ആവില്ല. വ്യത്യാസമുണ്ട്. അങ്ങനെ പ്രകൃതിയെ വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ന്യൂട്രലാക്കിയാൽ കുറെ കഴിയുമ്പോൾ, കുറച്ചു കാലമൊക്കെ നടപ്പാക്കാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പം പ്രകൃതി അതിനോട് പ്രതികാരം ചെയ്യും. അതാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇവിടെ സന്യാസ മതങ്ങൾ കൊണ്ടു നടന്ന ബ്രഹ്മചര്യത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. കത്തോലിക്ക മതമൊക്കെ പുരോഹിതന്മാർക്ക് ബ്രഹ്മചര്യം, കന്യാസ്ത്രീകൾക്കും പുരോഹിതന്മാർക്കും ബ്രഹ്മചര്യം ഏർപ്പെടുത്തി. അത് വലിയ അളവിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുക. കമ്മ്യൂണിസത്തിൽ തന്നെ അതിന് വേറെ ഉദാഹരണമുണ്ട്. സ്വകാര്യ സ്വത്ത് സമ്പാദിക്കുക, സ്വന്തമായിട്ട് സമ്പാദിക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു അഭിവാഞ്ചയാണ്. അതേസമയം സ്വകാര്യ സ്വത്താണ് എല്ലാ തിന്മയുടെയും മാതാവ് എന്നതാണ് കമ്മ്യൂണിസത്തിന്റെ കാഴ്ചപ്പാട്. അതൊരാശയം മാത്രമാണ്. ആ ആശയത്തിൻ്റെ പുറത്ത് സോവിയറ്റ് റഷ്യയിലോ സ്വകാര്യ സ്വത്തില്ലാതാക്കി എല്ലാവരും അവരവരുടെ കഴിവനുസരിച്ച് അധ്വാനിക്കുക, ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക എന്ന തത്വം നടപ്പിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ ഉൽപാദന മാന്ദ്യമുണ്ടായി. അപ്പോൾ പിന്നെ പറഞ്ഞു, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് കൂടുതൽ തരും. അതാണ് സഖാവേ സ്വകാര്യ സ്വത്ത്. ഇത്തരം മനുഷ്യന്റെ പ്രകൃതിയെ ആശയങ്ങൾ ഉപയോഗിച്ച് മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തത്, ഇതൊരു മുതലാളിത്ത അജണ്ടയാണ്. എന്താ മുതലാളിത്ത അജണ്ട? മുതലാളിത്തത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വളരെ ഇന്നവേറ്റീവാണ്. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ ആലോചിക്കുകയും കണ്ടെത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ശേഷി മുതലാളിത്തത്തിനുണ്ട്. മുതലാളിത്തം കച്ചവടമാണ്. അപ്പം നടക്കുന്ന കച്ചവടം എങ്ങനെ കൂടുതൽ ഉഷാറായിട്ട് നടത്താം എന്ന് മാത്രമല്ല മുതലാളിത്തം ആലോചിക്കുക. മുതലാളിത്തം അതോ ആലോചിക്കും, പക്ഷെ അതിനേക്കാൾ ഇന്നവേറ്റീവാണ് മുതലാളിത്തം. മുതലാളിത്തം വേറൊരു കാര്യം കൂടി ആലോചിക്കും. അതെന്താണ്? ഇപ്പം കച്ചവടമല്ലാത്ത മനുഷ്യജീവിതത്തിൻ്റെ മേഖലകളെ, മനുഷ്യൻ്റെ ആവശ്യങ്ങളെ എങ്ങനെ കച്ചവടത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരാം? ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഈ ഇവിടെ വെച്ചിരിക്കുന്ന കുപ്പിവെള്ളം ഈ നൂറ്റാണ്ട് ആരംഭിക്കുന്നതിൻ്റെ വരെയെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ളൊരു സദസ്സൊക്കെ പോട്ടെ, അപ്പോൾ ഒരു 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിന് മുമ്പൊക്കെ പച്ചവെള്ളം കുപ്പിയിലാക്കി വിൽക്കും എന്നത് എൻ്റെ ഒരു പ്രായത്തിലുള്ള ആളുകൾക്ക് എങ്കിലും, അതുവരെയുള്ള ആളുകളെങ്കിലും സങ്കല്പിക്കാത്തൊരു കാര്യമാണ്. അപ്പം
പുതിയ തലമുറയിലുള്ള ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെള്ളം കിട്ടുക അല്ലേ? അപ്പം ഞാനൊക്കെ പച്ചവെള്ളം കുപ്പിയിൽ വിൽക്കപ്പെടുന്നതിന് മുമ്പ് ഡൽഹിയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. വെള്ളം കിട്ടും. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥലങ്ങളിൽ ലോക്കൽ പ്രാദേശിക സ്ഥലനാമങ്ങൾ ഇന്നുമുണ്ട്. തണ്ണീർപ്പന്തലുകൾ എന്ന്. പണ്ട് യാത്രക്കാർക്ക് സൗജന്യമായി വെള്ളം കിട്ടുന്ന, വെള്ളം നൽകിയിരുന്ന സ്ഥലങ്ങളാണത്. ഉത്തരേന്ത്യയിൽ തണ്ണീർ മന്ദിറുകൾ ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും സൗജന്യമായി വെള്ളം കിട്ടുന്ന ടാപ്പുണ്ട് റെയിൽവേയുടെ, അല്ലേ? പക്ഷെ ഇതൊരു പുതിയ സാധ്യതയാണ്. വെള്ളം കുപ്പി. ഒരു കാലത്ത് ഞാനൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുതലാളിത്തത്തിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. മുതലാളിത്തം പച്ചവെള്ളം കുപ്പിയിലാക്കി വിൽക്കും, അങ്ങനെ ഒരു കാലം വരും എന്നൊക്കെ. ഇപ്പം അത് നോർമലാണ്, വളരെ സ്വാഭാവികം, അല്ലേ? അതെന്തോ ഹറാമായ കാര്യമൊന്നുമല്ല, ഹലാലൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ അതുണ്ടാവുന്നത്. പക്ഷേ മുതലാളിത്തം ചെയ്യുന്ന എല്ലാം ഇത് ഹലാൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണല്ലോ. ഹലാലിന് ആവണമെന്ന് ഒരിക്കൽ നിർബന്ധമില്ല, അല്ലേ? അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് വലിയ ഒരു കച്ചവട സാധ്യതയാണ്, ഒരു കച്ചവട ലോകമാണ്. അതിന് തടസ്സമുണ്ട്. മുതലാളിത്തം വളരെ കൃത്യമായി കാര്യങ്ങളെ പഠിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനിപ്പോൾ ഒരു തടസ്സമുണ്ട്. എന്താ തടസ്സം? മനുഷ്യൻ ലൈംഗികമായ ചില അതിർവരമ്പുകൾ പാലിക്കുന്നു. ലൈംഗികതയിൽ ഹലാലും ഹറാമും ഉണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എന്തൊക്കെയോ ചില അതിരുകൾ എല്ലാ സമൂഹങ്ങളും പാലിക്കുന്നുണ്ട്. അതവരുടെ മത പാരമ്പര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ലഭിച്ചതായിരിക്കും. അതില്ലാതാവണം. എങ്കിലേ ലൈംഗിക വിപണി ശക്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അത് കോടികൾ അറ്റാദായം ലഭിക്കുന്ന ഒരാനന്ദ വ്യവസായമാണ്. അതിനുള്ള തടസ്സം നീങ്ങണം. അങ്ങനെ നീങ്ങണമെങ്കിൽ ലോകത്ത് ജനറൽ ന്യൂട്രാലിറ്റി എന്ന ആശയം നടപ്പിലാക്കണം. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്കൂളിൽ തുടക്കകാലത്ത് തന്നെ ഒരേ യൂണിഫോമാണ്. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നിരന്തരമായി സ്കൂൾ അധികൃതർ പാഠമായിട്ടും യൂണിഫോമുകളിലൂടെ പ്രതീകാത്മകമായും എല്ലാം അവരെ പഠിപ്പിക്കുമ്പോൾ അവിടെ സാംസ്കാരികമായ സദാചാരത്തിൻ്റെ അതിർവരമ്പുകൾ തകർന്നടിയും. മുതലാളിത്തത്തിന് ഒരു തെറ്റിദ്ധാരണയില്ല, അതുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാണ്ടാവും. അങ്ങനത്തെ ഒരു മൂഢധാരണയൊന്നും അവർക്കില്ല. എന്നല്ല, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമുണ്ടാവും. ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക അങ്ങനെ പരസ്പരം തന്നെയാണ്. ആ വ്യത്യസ്തതയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണോ എന്നും മുതലാളിത്തത്തിനറിയാം. അത് വേണം. ആണും പെണ്ണും തമ്മിൽ ഇടകലരുന്നതിൻ്റെ എല്ലാ വ്യത്യാസവും ഇല്ലാതാവണം. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ വലിയ കച്ചവട സാധ്യതയുണ്ട്. തായ്ലൻഡിനെ കുറിച്ച് നമുക്കറിയാം. തായ്ലൻഡ് ലോകത്ത് ലൈംഗിക വ്യാപാരത്തിൻ്റെ തലസ്ഥാനമാണ്. സെക്സ് ടൂറിസമാണ് തായ്ലൻഡിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം. അതേപോലെ കനഡയുടെയും നെതർലൻഡ്സിൻ്റെയും ദേശീയ വരുമാനത്തിൻ്റെ മുഖ്യഭാഗം ലൈംഗിക കച്ചവടമാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഹംഗറി. ആ ഹംഗറി ഇന്ന് ലോകത്തിലെ അശ്ലീല പോണോഗ്രഫി സിനിമാ വ്യവസായത്തിൻ്റെ ബോളിവുഡാണ്. കുറച്ചു കാലം കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് പറയും, അത് പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമായിരുന്നു, ഇപ്പോൾ ലൈംഗിക കച്ചവടത്തിൻ്റെ വലിയ കേന്ദ്രമായിട്ട് കേരളം മാറി. ആ പദ്ധതിയാണ് കമ്മ്യൂണിസ്റ്റുകാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുതലാളിത്ത പദ്ധതി പല കാരണങ്ങളാൽ അവർ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഒന്ന്, ഓല കയ്യിൽ വേറെ ആശയമൊന്നുമില്ല. രണ്ടിത് മതത്തിനെതിരാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരാണ്. എന്നാൽ പിന്നെ അത് നടത്തിക്കളയാം എന്ന് വിചാരിക്കുകയാണ്. ഈ ജെൻഡർ ന്യൂട്രൽ ചർച്ചയും ഹലാൽ ചർച്ചയും കേരളത്തിൽ ഏകദേശം ഒരേ കാലത്താണ് വന്നത്. ആദ്യം ഹലാൽ വിവാദം വരുന്നു, പിന്നെ ജെൻഡർ ന്യൂട്രൽ വിഷയം ഉണ്ടാവുന്നു. ഇത് വളരെ തീരുമാനിച്ചുണ്ടായ പരസ്പര ബന്ധമുള്ള രണ്ട് വിവാദങ്ങളാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം യാദൃച്ഛികമല്ല. ആ ബന്ധത്തിൽ
മുതലാളിത്തപരമായ ചില ചരടുകളുണ്ട്. കാരണം മുതലാളിത്തത്തിന് വേണ്ടത് ഒരു വിലക്കുമുണ്ടാകരുത്. എല്ലാം ഹലാലായിരിക്കണം, സവിശേഷമായ ഹലാൽ. ഇസ്ലാമിലെ ഹലാല് അപ്പുറത്ത് ഹറാം ഉണ്ടാകുമ്പോഴാണ് ഹലാൽ ഉണ്ടാവുന്നത്, അല്ലേ? അതുണ്ടാകരുത്. വിലക്കുകളില്ലാത്ത ഒരു സമൂഹത്തെയാണോ മുതലാളിത്തം സ്വപ്നം കാണുന്നത്? എന്ന് മാത്രമല്ല, ഹലാൽ വിവാദത്തിലോ BJPയും CPMഉം ഈ ലിബറൽ ന്യായമാണോ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് ന്യായമല്ല, ഹിന്ദുത്വ ന്യായവുമല്ല. എന്താ പറഞ്ഞത്? BJP പറഞ്ഞത്, നിങ്ങൾ ഹലാൽ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്തോ ചെയ്തോ, പക്ഷെ അത് ഹോട്ടലിൽ കൊണ്ടുവരരുത്, അല്ലേ? അത് മുതലാളിത്തത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വാദമാണ്. മതം ഇതിലൊന്നും ഇടപെടരുത് എന്നത്. മതം വ്യക്തി ജീവിതത്തിൽ മാത്രമായിരിക്കണം. കമ്മ്യൂണിസ്റ്റുകൾ എന്താ പറഞ്ഞത്? ഇതിനെതിരായ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് DYFI പറഞ്ഞത്, ഭക്ഷണത്തിൽ മതം കലർത്തരുത്, അല്ലെ? ഭക്ഷണത്തിൽ മായം കലർത്തരുത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭക്ഷണത്തിൽ മതം കലർത്തരുത്. അത് മതത്തിൻ്റെ വിലക്കുകളില്ലാത്ത ഒരു ലോകം, അതൊരു മുതലാളിത്ത സ്വപ്നമാണ്. ആ മുതലാളിത്ത അജണ്ട സംഘ് പരിവാറിലൂടെയും കമ്മ്യൂണിസ്റ്റുകളിലൂടെയും എല്ലാം ഇവിടെ മൂലധന ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ സ്വാഭാവികമാണ്. കേന്ദ്രം ഭരിക്കുന്നത് ഒരു കൂട്ടരാണ്, കേരളം ഭരിക്കുന്നത് വേറൊരു മറ്റേ കൂട്ടരാണ്. രണ്ടു കൂട്ടരും നടത്തുന്നത്, ഏറ്റെടുത്ത് നടത്തുന്നത് കോർപ്പറേറ്റ് അജണ്ടകളാണ്. അതിൻ്റെ സാംസ്കാരികമായ ആശയങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കിയത് പോലും അതിലെന്തോ ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ട്. അങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധ അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റും എന്ന ഒരു ആശയം ഒരുപക്ഷെ BJPക്ക് ഉണ്ടാകാം. ഇവിടെ 10 വയസ്സിൽ താഴെ വിവാഹം നടക്കുന്നുണ്ട് പെൺകുട്ടികളുടെ. അതിനെക്കുറിച്ച് കൃത്യമായ കണക്കുണ്ട്. അതിൽ 85% ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിലാണ്. 10% മാത്രമാണ് മുസ്ലിം സമൂഹത്തിൽ. അത് മുസ്ലിം സമൂഹത്തിന് എന്തോ മേന്മ കൊണ്ടല്ല, എണ്ണത്തിൽ കുറവായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതെന്തോ ഒരു മുസ്ലിം പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇതിലും ഒരു കോർപ്പറേറ്റ് അജണ്ടയുണ്ട്. മൂലധനത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും താല്പര്യമുണ്ട്. എന്താ? 18 വയസ്സായാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അല്ലേ? 18 വയസ്സായെന്ന ഒരു പെൺകുട്ടിക്ക് രാജ്യത്തെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയിൽ ഭാഗവാക്കാകാം. രാജ്യത്തെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രതിനിധിയെ തെരഞ്ഞെടുക്കാം. സ്വന്തം ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പക്ഷേ കൂടെ ജീവിക്കുന്ന ആളെ തിരഞ്ഞെടുക്കാം, കൂടെ ശരീരം പങ്കിടുന്ന ആളെ തിരഞ്ഞെടുക്കാം, ഞാൻ ഗർഭം ധരിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ജൈവമായ പിതാവിനെ തിരഞ്ഞെടുക്കാം. ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഇത് ആരുടെ താല്പര്യമാണ്? സുഹൃത്തുക്കളെ, ഇതൊരു മുതലാളിത്ത അജണ്ടയാണ്. ലൈംഗികത മതത്തിൻ്റെയോ സദാചാരത്തിൻ്റെയോ നിയന്ത്രണങ്ങളുടെ കെട്ട് പൊട്ടിച്ച് സമൂഹത്തിൽ ഇങ്ങനെ പരക്കണം. കല്യാണമൊക്കെ നിങ്ങൾ വേറെ, അതൊരു അനിവാര്യമായ കാര്യമായിട്ട്, അല്ലേ? എത്ര വൈകിട്ട് നടത്താൻ പറ്റുമോ അങ്ങനെ നടത്തുക. ലൈംഗികത അതിൻ്റെ വഴിക്ക് നടത്തുക. എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലൈംഗികതയുടെ ഒരു വലിയ വിപണി സാധ്യമാക്കാൻ കഴിയും. അതിൻ്റെ മുമ്പിൽ തടസ്സമായിട്ടുള്ള ഈ വിലക്കുകളെ മറികടക്കാൻ മുതലാളിത്തത്തിന് കഴിയും. അതിന് അവസരമൊരുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. വിവാഹപ്രായം ഉയർത്തുന്നതിലൂടെ കേരള ഗവൺമെന്റ് ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കുന്നതിലൂടെ രണ്ടും മുതലാളിത്ത അജണ്ടയാണ്. ഒരു വലിയ കച്ചവട ലോകം തുറക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് സദാചാരത്തിനും സദാചാരത്തിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട സാമൂഹ്യ സ്ഥാപനമായ കുടുംബത്തിനുമെതിരായ ഒരു വലിയ യുദ്ധപ്രഖ്യാപനമാണ്. ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, ഇതെല്ലാ മനുഷ്യരെയും ബാധിക്കും. നമ്മുടെ സമൂഹം തന്തയില്ലാത്തൊരു സമൂഹമായിട്ട് മാറും. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കും. പുരുഷന്മാർ ജീവിതത്തിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത ആളുകളായിട്ട് മാറുകയും എല്ലാ കുറ്റകൃത്യങ്ങളിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നാട്ടിൽ വർദ്ധിക്കും, അല്ലേ? രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് നമ്മളെന്താ പറയൽ? ആണുങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അവർ മര്യാദക്ക് പുറേ പോവണം, കുടുംബത്തെ നോക്കണം. ഇങ്ങനെയൊക്കെ ചെറുപ്പക്കാർ ചെയ്താൽ അവർ എങ്ങനെയാ കുടുംബം നോക്കുക, അല്ലെ? കുടുംബ അനാഥാവില്ലേ? എന്ത് കുടുംബം?
അനാഥമാകാൻ എവിടെ കുടുംബം? പുരുഷനെ നോക്കാൻ എവിടെ കുടുംബം? അതില്ലാതാകും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടത് സമത്വമല്ല, നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് നീതിയാണ്. സ്ത്രീ പുരുഷ ലിംഗ സമത്വമല്ല, ജെൻഡർ ന്യൂട്രാലിറ്റിയല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ് ഉണ്ടാവേണ്ടത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസാണ്, നീതിയാണ്. ഇസ്ലാമും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യക്രമം നീതി പുലരുന്ന സമൂഹത്തെക്കുറിച്ച ഒരു സ്വപ്നമാണ്, സങ്കല്പമാണ്. നീതി എന്ന് പറയുന്നത് ഞാൻ ഒന്നാമതായി എന്നോട് തന്നെ പുലർത്തുന്ന നീതിയാണ്. ഞാൻ എൻ്റെ ശരീരത്തോട് നീതി പുലർത്തണം. എന്നേക്കാൾ ഹൈറ്റും വെയ്റ്റുമുള്ള ഒരാൾ കഴിക്കുന്നത്ര ഭക്ഷണം ഞാൻ കഴിക്കാൻ പാടില്ല. എന്താ കാരണം? അതെന്നോട് പുലർത്തുന്ന നീതിയല്ല. എന്നേക്കാൾ കുറഞ്ഞ ആൾ കഴിക്കുന്ന അളവിലല്ല ഞാൻ കഴിക്കേണ്ടത്. എന്നോട് പുലർത്തുന്ന നീതിയല്ല. 6 മണിക്കൂറോ 8 മണിക്കൂറോ ഞാൻ ഉറങ്ങണം, നിങ്ങൾ ഓരോരുത്തരും ഉറങ്ങണം. അത് നമ്മളുടെ ശരീരത്തോട് പുലർത്തുന്ന നീതിയാണ്. അങ്ങനെ നമ്മുടേതായ ഒരുപാട് സവിശേഷതകളുണ്ട്. പെണ്ണിന് പെണ്ണിൻ്റെതായ സവിശേഷതയുണ്ട്. ആ സവിശേഷതകളോട് അവരും സമൂഹവും സമൂഹത്തിൻ്റെ സംവിധാനങ്ങളും നീതി പുലർത്തണം. ഇതാണ് പരമപ്രധാനമായിട്ടുള്ളത്. ആ നീതിയുണ്ടാക്കാൻ സമത്വം വേണ്ടിടത്ത് സമത്വം ഉണ്ടാവണം. സമത്വമല്ല നീതി പുലരാൻ ഉണ്ടാവേണ്ടതെങ്കിൽ അവിടെ സമത്വം നടപ്പിലാക്കരുത്. ഇത് ലംഘിച്ചാൽ മുതലാളിത്തം കൊടികുത്തി വാഴുന്ന ഒരു സമൂഹമുണ്ടായിത്തീരും. അതിന് വില കൊടുക്കേണ്ടി വരിക എല്ലാവരുമായിരിക്കും. നമ്മുടെ എല്ലാ കുടുംബ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമാകും. അതാണ് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയുകയും ആശയപരമായും പ്രായോഗികമായും രാഷ്ട്രീയമായും ചെറുത്തുതൽപ്പിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വാഹൃദ അവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.